നമസ്കാരം. ഇന്ന് മാർച്ച് 7. ഇന്നു മുതൽ 8 ദിവസത്തിനുള്ളിൽ ചില നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഒരു ഭാഗ്യം സംഭവിക്കും. അത് നിങ്ങളുടെ ഇപ്പോഴത്തെ ജീവിത ബുദ്ധിമുട്ടുകളെ പരിഹരിക്കുന്ന രീതിയിൽ തന്നെയായിരിക്കും. സാമ്പത്തിക നേട്ടം വഴിയും അതുപോലെ ആഗ്രഹ സാഫല്യത്തിലൂടെയും ഏറെക്കാലമായി ആഗ്രഹിച്ചിരുന്ന ജോലി ലഭിക്കുന്നതിലൂടെയോ ഇഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ സ്വന്തമാക്കാൻ സാധിക്കുന്നതിലൂടെയോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഗുരു അതായത് വ്യാഴം ബലവാനാണെങ്കിൽ നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന എത്ര വലിയ വീഴ്ചയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാനും കരകയറാനും സാധിക്കുന്നതാണ്. അതുപോലെ വ്യാഴത്തിൻ്റെ അനുഗ്രഹം വലിയ രീതിയിലാണ് ഈ നക്ഷത്രക്കാരുടെ ജന്മരാശിയിൽ ഇപ്പോൾ തെളിഞ്ഞു വന്നിരിക്കുന്നത്. വ്യാഴം ബലവാനായി കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടും, ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങൾ നടന്നു കിട്ടും. എല്ലാം കൊണ്ടും നേട്ട കാലമായിരിക്കും പിന്നീട് നിങ്ങൾക്ക്. ഇപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ചില ഗ്രഹങ്ങൾ ഇവർക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കുറഞ്ഞ ദിവസത്തിനുള്ളിൽ അതായത് 8 ദിവസത്തിനുള്ളിൽ ഇവരുടെ ജീവിതത്തിൽ ഭാഗ്യം സംഭവിക്കുമെന്ന്. അത് ധനരൂപത്തിലാവാം, ആഗ്രഹിച്ച കാര്യം നടക്കുന്നതിലൂടെയാവാം. നിങ്ങൾ ഏത് ദൈവത്തെയാണോ മനസ്സുരുകി വിശ്വസിക്കുന്നത് ആ ദൈവത്തെ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന യഥാശക്തി വഴിപാട് നടത്തിക്കൊണ്ട് ഈ പ്രവചനത്തിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങളുടെ മനസ്സിലെ ആഗ്രഹം ഇന്നു മുതൽ 8 ദിവസത്തിനുള്ളിൽ നടന്നിരിക്കും തീർച്ച. എല്ലാവരും ഓം നമഃശിവായ എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ആ ഭാഗ്യ നക്ഷത്രങ്ങളെന്ന് പറയുന്നത് അശ്വതി, ഭരണി, കാർത്തിക, പുണർദം, പൂയം, ആയില്യം, ഉത്രം, അത്തം, ചിത്തിര എന്നീ നക്ഷത്രങ്ങളാണ്.